നാത്തൂൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തി അന്നത്തെ ദിവസം നൈറ്റ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഷിനാജ് വർക്ക് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ചായ്വാലയിലാണ് പോയത്. അവിടെ നിന്ന് ഷിനാജ് ഒരു ബദാം കോഫി, പിന്നെ ലോഡഡ് ഫ്രൈസ്, കോൾഡ് കോഫി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലു ആണെങ്കിൽ ആകെ ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. കാരണം 8 മണിക്ക് കിടന്നുറങ്ങുന്ന ആളാണ് അവൾ. ഞങ്ങൾ പോകാൻ നിന്നപ്പോൾ അവളും വരുന്നതെന്ന് പറഞ്ഞ് ഉറക്കത്തേക്ക് എണീറ്റ് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരിതേ ഓരോ ഫ്രഷ് ജ്യൂസും കൂടെ വാങ്ങിച്ച് കുടിച്ച്. ഞങ്ങൾക്ക് പിന്നെ കോൾഡ് കോഫി കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഇതേ പിറ്റേ ദിവസം രാവിലെ നല്ല ഉറക്കമാണ് ഷിനാജ് കിടന്ന്. ഇവിടെയാണെങ്കിൽ പണിക്കാരും പണിയൊക്കെ ആയിട്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. മുകളിൽ പണി നടക്കുമല്ലോ. അപ്പം വാർക്കാത്തത് കൊണ്ട് മഴ പെയ്താലും നനക്കുമ്പോഴൊക്കെ വെള്ളം എന്തേ അകത്തോട്ട് ഫുള്ള് ഇറങ്ങി വരും. പിന്നെ ഉമ്മായും ചെറിയതും കൂടെ അത് ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പോയി വേഗം റൂമും പിന്നെ സിറ്റൗട്ടൊക്കെ വേഗം തുടച്ച് മാറ്റി. കാരണം ഇതെല്ലാം ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റ് ആയത്. കുറച്ച് ലേറ്റായിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. 10 മണി അല്ല 12 മണി നമ്മൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. നല്ല ന്യൂഡായിട്ടുള്ളൊരു കളറാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ലിങ്ക് കിട്ടുവാണെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം. മെയിനായിട്ട് ഇവിടെ വന്ന് എടുക്കാൻ കാര്യം എന്തായാലും ചെറിയതിന് എടുക്കണമെങ്കിൽ ഞാൻ കൂടെ വേണം ആൾക്ക്. എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. അപ്പോൾ ഞാൻ ഓർത്ത് ഞങ്ങൾ 3 പേരും കൂടെ വന്നാലും ഉമ്മാക്കും കൂടെ ഉള്ളത് ഇവിടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്, അല്ല ഇവിടെ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഞാൻ അപ്പോഴും എടുക്കണമെന്നുള്ളൊരു പ്ലാനൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. ജസ്റ്റ് നോക്കാം, നല്ലത് കിട്ടുവാണെങ്കിൽ എടുക്കാമെന്നുള്ളൊരു ഐഡിയയിലാണ് പോയത്. എന്തോ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കണ്ട് ഒറ്റൊരെണ്ണം കണ്ട് ട്രയൽ ചെയ്ത് നോക്കിയെടുത്തു. പിന്നെ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എനിക്ക് പെട്ടെന്നൊന്നും കിട്ടത്തില്ല, കുറേ തപ്പി നടക്കേണ്ടി വരുമെന്നായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. പക്ഷേ പിള്ളേർക്ക് കിട്ടിയില്ല, അല്ലുവിനും അസുവാക്കും. എനിക്കും ഉമ്മാക്കും ചെറിയതിനും കിട്ടി. അവർക്ക് ഞങ്ങൾ മെറ്റീരിയൽ നോക്കി റെഡിമെയ്ഡ് നോക്കി ഒന്നും സെറ്റ് ആവുന്നില്ലായിരുന്നു. ഈ ഒരു മെറ്റീരിയൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ സെയിം തുണി തന്നെ പാൻറ്റിനുള്ള കിട്ടിയില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഞങ്ങൾക്ക് മാത്രം എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ വണ്ടൂർ പോയിട്ടാണ് അല്ലുവിനും അസുവാക്കും വേറെ മെറ്റീരിയൽ എടുത്ത് എന്തായാലും. അങ്ങനെ ഈ ഒരു സാധനം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കൊറിയർ ബോയ് ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ അൺബോക്സും ചെയ്ത്. ഇത് 1ആയിട്ടും 2ആയിട്ടും 3ആയിട്ടും 4ആയിട്ടും പാർട്ടീഷൻ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് കേട്ടോ. ഇതേപോലെ ഉഴുന്ന്, പരിപ്പ്, ഗ്രീൻ ബീൻസ് അങ്ങനെ എല്ലാ ഐറ്റം ഇട്ട് വെക്കാം. 200 രൂപ എന്തോ ഉള്ളൂ കേട്ടോ റേറ്റ്. എന്തായാലും ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അടിപൊളി ഒരു ഐറ്റമാണ്. പിന്നെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഞാനൊരു വ്ളോഗായിട്ട് ഫുൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഉടനെ ഒന്നും അപ്ലോഡ് ചെയ്യത്തില്ല. കുറച്ച് ഷോപ്പിംഗ് കൂടെ പെൻഡിങ് ഉണ്ട്. അതെല്ലാം കൂടെ ആയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഓർത്തിട്ടാണ്.